അങ്ങനെ നമ്മുടെ ബാലചന്ദ്രനാണ് വൈജയുടെ ഭർത്താവ് എന്ന് മനസ്സിലാക്കുമ്പോൾ നമ്മുടെ സ്റ്റാൻലി ആണെങ്കിൽ ആകെ തളർന്നിട്ട് 5 മിനിറ്റ് ഇരിക്കുന്നുണ്ട്. എന്തായാലും അവന് താങ്ങാൻ പറ്റുന്നില്ല. എന്തായാലും പിന്നെ അവൻ നീച്ചിട്ട് പറയുന്നുണ്ട്, ബാക്കിയുള്ളത് ഞാൻ പറഞ്ഞു തരാമെന്ന് പറഞ്ഞിട്ട് പിന്നെ സ്റ്റാൻലി തുടങ്ങുന്നുണ്ട്. അന്ന് ഞങ്ങൾ പിരിയണ സമയത്ത് അവൾ 9 മാസം ഗർഭിണിയാണ്. ഞാൻ അവളുടെ വയറ്റിൽ കിടന്നിട്ട് ഇങ്ങനെ നോക്കണ സമയത്ത് അവളുടെ കുട്ടി ഇങ്ങനെ ഇണങ്ങണതും ഒക്കെ എനിക്ക് കാണാമായിരുന്നു. ആ സമയത്താണ് ഞങ്ങൾ പിരിഞ്ഞത്. പിന്നെ എന്താ ഉണ്ടായെന്ന് എനിക്കറിയില്ല എന്ന് പറയുന്നത്. ആ സമയത്ത് പിന്നെ ബാലചന്ദ്രൻ തുടങ്ങുന്നുണ്ട്, അങ്ങനെ നിങ്ങൾക്ക് രണ്ടാൾക്കും ജനിച്ച ഒരു കുട്ടിയാണ്, അത് പെൺകുട്ടിയാണ്, അത് അനാഥാലയത്തിൽ കൊണ്ടുപോയി ആക്കിയിട്ടുണ്ട്, അവളിപ്പോൾ എൻ്റെ അടുത്തുണ്ട്, അവളുടെ പേര് അലീനയാണ് എന്നൊക്കെ പറയുന്നുണ്ട്. ആ സമയത്ത് നമ്മുടെ സ്റ്റാൻലിക്കാണെങ്കിൽ ആകെ ശ്വാസം മുട്ടണം, എന്താ ചെയ്യേണ്ടതെന്ന് അറിയാത്ത അവസ്ഥ. പിന്നെയും ബാലചന്ദ്രൻ ബാക്കി പറയുന്നുണ്ട്, അവളിപ്പോൾ എൻ്റെ വീട്ടിലെ ജോലിക്കാരിയായിട്ടാണ് വന്ന് നിൽക്കുന്നത്. ഇപ്പോൾ വൈജ പിണങ്ങിപ്പോയിനാണ്, അവൾ തിരിച്ച് വരണമെങ്കിൽ അലീന ആ വീട്ടിൽ പാടില്ല. അപ്പോൾ അവളെ ഞാൻ എന്താ ചെയ്യേണ്ടതെന്ന് അറിയാതാണ്, അതുകൊണ്ടാണ് അവളുടെ അച്ഛൻ്റെ കയ്യിൽ ഏൽപ്പിക്കാൻ വേണ്ടിയിട്ട് ഞാൻ നിങ്ങളെ തിരഞ്ഞു വന്നത്, അല്ലാതെ എനിക്ക് അവളെ വേറെ എവിടെയെങ്കിലും കൊണ്ടുപോയി കളയാൻ എനിക്ക് എളുപ്പമാണ് എന്നൊക്കെ പറയുന്നത്. ആ സമയത്ത് നമ്മുടെ സ്റ്റാൻലി ആണെങ്കിൽ ഒട്ടും വഴങ്ങില്ല, ഞാൻ എങ്ങനെ കൊണ്ടുവരാനാണ്, എനിക്കൊരു കുടുംബം ഇല്ല എന്നൊക്കെ പറയുന്നുണ്ട്. പിന്നെ എന്തായാലും നമ്മുടെ ബാലചന്ദ്രനാണെങ്കിൽ അവൻ്റെ മുന്നിൽ അവൻ്റെ വിസിറ്റിംഗ് കാർഡും വെച്ച് കൊടുത്തിട്ട് പറയുന്നുണ്ട്, നിങ്ങൾക്ക് നോക്കാൻ പറ്റുമെങ്കിൽ മാത്രം, അല്ലാതെ എവിടെയും കൊണ്ടുപോയി ആക്കാനൊന്നും പറ്റില്ല, എന്നാൽ ഈ വിസിറ്റിംഗ് കാർഡിൽ എന്നെ വിളിക്കുകൊണ്ടു എന്ന് പറഞ്ഞിട്ട് വിസിറ്റിംഗ് കാർഡും വെച്ചിട്ട് ബാലചന്ദ്രൻ മടങ്ങിപ്പോകുന്നുണ്ട്. റൂമിലേക്ക് മടങ്ങിപ്പോണ സമയത്ത് ബാലചന്ദ്രനാണെങ്കിൽ ആകെ വിഷമം. ആ സമയത്ത് നമ്മുടെ ഗോവർദ്ധനും ചോദിക്കുന്നുണ്ട്, എന്താണ് പ്രശ്നം എന്ന് പറയുന്ന സമയത്ത് നമ്മുടെ ബാലേട്ടൻ എല്ലാം പറഞ്ഞു കൊടുക്കുന്നുണ്ട് ഇങ്ങനെ ഗോവർദ്ധനോട്. അങ്ങനെ വൈജയും സ്റ്റാൻലിയും തമ്മിലുള്ള ബന്ധമൊക്കെ പറഞ്ഞു കൊടുക്കുന്നത്, അതിൽ ജനിച്ച കുട്ടിയാണ് അലീന എന്നൊക്കെ പറഞ്ഞു. ഇതൊക്കെ കേൾക്കുമ്പോൾ നമ്മുടെ ഗോവർദ്ധനാണെങ്കിൽ ആകെ ഞെട്ടുണ്ട്. എന്നിട്ട് ബാലേട്ടനോട് ചോദിക്കുന്നുണ്ട്, സത്യമാണോ ബാലേട്ടൻ പറയണത് എന്ന് പറയുന്നുണ്ട്. ആ ഗോവർദ്ധന അതൊക്കെ സത്യമാണെന്ന് പറയുന്നുണ്ട്. ഇത് കാണിച്ചുകൊണ്ടാണ് ഇന്നത്തെ പ്രൊമോ അവസാനിക്കേണ്ടത്. ഇതുപോലെ പ്രൊമോ വിശേഷങ്ങൾ നിങ്ങളുടെ മുന്നിൽ എളുപ്പത്തിലെത്താൻ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്.